ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. കൊല്ലങ്കോട് എന്ന് കേൾക്കുമ്പോൾ ഗ്രാമങ്ങളും മലനിരകളും പാടശേഖരങ്ങളുമാണെങ്കിലും അത്യാവശ്യം തിരക്കേറിയ ടൗൺ തന്നെയാണ് കൊല്ലങ്കോട്. ഞങ്ങൾ പാലക്കാട് സൈഡിൽ നിന്നും വരുന്നത് കൊണ്ട് കൊല്ലങ്കോട് ടൗണിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് പോയത്. കൊല്ലങ്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 450 മീറ്റർ വന്നാൽ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞു വന്നാൽ അടുത്ത കാണുന്ന സ്ഥലം നെന്മേനിയാണ്. നെന്മേനി കഴിഞ്ഞു വന്നാൽ ഈ രണ്ട് റോഡ് എത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോയാൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട, അതുപോലെ തന്നെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് റൈറ്റിലേക്കാണ്. കൊല്ലങ്കോട്ടിലെ സ്വർഗമായ താമരപ്പാടം വ്യൂ പോയിൻ്റ്, അതുപോലെ തന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസ്. സമ്മറിൻ്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ പച്ചപ്പ് വളരെ കുറവാണെന്ന് തോന്നുന്നു. കൊല്ലങ്കോട്ടിൽ പൊതുവെ മഴ കുറവായതുകൊണ്ട് തന്നെ പച്ചപ്പായി തുടങ്ങുന്നതേയുള്ളൂ. മഴക്കാലത്തെ വരവേൽക്കാൻ മണ്ണൊരിഞ്ഞു നിൽക്കുന്ന താമരപ്പാടത്തെ പാടശേഖരങ്ങൾ. അരവിയേട്ടൻ്റെ നെൽപ്പാടം, താമരപ്പാടം. ഇങ്ങോട്ട് പ്രവേശിക്കാൻ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. പച്ചപ്പ് കുറവാണെങ്കിലും ഈ മലനിരകളെ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അവിടെ നിന്നും ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് വന്നാൽ സനലേട്ടൻ്റെ പാടശേഖരങ്ങളാണ്. അവിടേക്ക് പ്രവേശിക്കാൻ 30 രൂപ ടിക്കറ്റ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വെറും ശൂന്യമായ പാടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നെൽപ്പാടങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്ന ആ സുന്ദരമായ കാഴ്ച കാണാൻ നമുക്ക് ഒരു വട്ടം കൂടി ഇവിടേക്ക് വരണം. അപ്പോൾ താമരപ്പാടത്തെ മനോഹരമായ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ്. ആ അടിപൊളി വൈബ് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ